ഒരു ജിഞ്ചർ ലെമൺ ഹണിയും കുടിച്ച് ഫ്രൈഡ് റൈസും കഴിച്ച് ഓക്സിജൻ ലെവൽ ചെക്ക് ചെയ്തിരിക്കുന്ന സമയത്താണ് നമ്മൾ 2 ഡേയ്സ് മുന്നേ മീറ്റ് ചെയ്ത മലയാളി ടീംസിൽ ഒരു ബാംഗ്ലൂരിൽ നിന്ന് വന്ന ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ബർത്ത്ഡേ ആയിരുന്നു. കേക്കൊക്കെ കട്ട് ചെയ്ത് നമുക്ക് സ്വീറ്റ്സ് ഒക്കെ തന്നു. ആൻഡ് ഈ വാളിൻ്റെ മുകളിൽ നമ്മുടെ എല്ലാവരുടെ പേരും എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഹൈറ്റിലും പ്രാവുകളൊക്കെ ഉണ്ട്, പക്ഷെ ആകെ ഒന്നിനെ കണ്ടുള്ളൂ, അധികം ഒന്നും കണ്ടില്ല. അങ്ങനെ ആദ്യമായിട്ട് നമ്മുടെ ഈ ഒരു എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്കിൽ സ്നോഫോൾ വന്നു. ആ കാണുന്ന സ്ഥലത്ത് നിന്നാണ് നമ്മൾ കയറി വന്നത്. ഇനിയും നമുക്ക് മുകളിലേക്ക് പോകാനുണ്ട്. ഇത് ഇവിടെ വന്ന് ഇവിടുന്ന് മരിച്ചവരുടെ മെമ്മോറിയൽസ് ആണ്. കുറേ പേരുണ്ട് ഇവിടെ. ഇതിൽ നേപ്പാളീസ് ഉണ്ട്, ഷെർപ്പകളുണ്ട്, ഫോറിനേഴ്സും ഉണ്ട്. അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും ഒക്കെ ആയിട്ട് ചെറുതും വലുതുമായിട്ടുള്ള മെമ്മോറിയൽസ് ഒക്കെ ഉണ്ട്. ഇത് ഈ എടുത്ത് 2023 മരിച്ച ജെയ്സൺ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ മെമ്മോറിയലാണ്. നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹാരി ഭയങ്കര ടയേർഡായിട്ട് ആടുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇരുന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പോയാൽ മതിയെന്ന്. പുള്ളിക്കാരനാണ് ഏറ്റവും മുന്നിൽ നടന്നു പോകുന്ന ആൾ. നെവർ ഗിവ് അപ്പ് എന്നുള്ള മെന്റാലിറ്റിയിൽ തന്നെ നടന്നു പോയിരുന്നു. അപ്പോഴാണ് ഞാൻ പിടിച്ചിരുത്തിയത്. ഇവർക്കൊരു സ്ലോ മോഷൻ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞാൽ ഒരു സ്ലോ മോഷൻ വീഡിയോ എടുത്തു കൊടുത്ത് ഞാൻ നേരെ മുന്നോട്ട് നടന്നു. കുറച്ചുകൂടി മുന്നോട്ട് പോയ സമയത്ത് ഹാരി ടോട്ടലി ഡൗൺ ആയിട്ട് വീഴാൻ പോയി. ഞാനും റിച്ചിയും എടുത്തുള്ളതുകൊണ്ട് എന്തോ ഭാഗ്യത്തിന് പിടിക്കാൻ പറ്റി. എൻ്റെ കയ്യിൽ ORSന്റെ പാക്ക് ഉണ്ടായിരുന്നു, അത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുത്തു. ചോദിച്ചപ്പോൾ തണുക്കുന്നുണ്ട് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ എൻ്റെ ഗ്ലൗസും ഊരി കൊടുത്തു. അങ്ങനെ നമ്മുടെ ഗൈഡ് ഒരു കുതിരേനെ ഏർപ്പാടാക്കി. അതിൻ്റെ മുകളിലാണ് ഇനി ഹാരി പോകുന്നത്. എന്തായാലും പുള്ളിക്കാരൻ്റെ ഡെഡിക്കേഷൻ സമ്മതിക്കണം. എത്ര വയ്യായിട്ട് ഇല്ല കുഴപ്പമില്ല, ഞാൻ നടക്കും എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇയാളെ കണ്ടോ, ഇയാളാണ് ഏറ്റവും ലാസ്റ്റ് വരുന്ന ആൾ. നമ്മളെ ടീമിലുള്ള ആളാണ്. 70 വയസ്സിൻ്റെ അടുത്തെങ്ങാനും പ്രായം. 70 വയസ്സാണെങ്കിൽ പോക്കറ്റ് നിറച്ച് മുട്ടായിയാണ്. ഹിമാലയാസും കോപ്പിക്കോയും അതുപോലെ ചോക്ലേറ്റ്സും ഒക്കെയാണ് ഫുള്ള് പോക്കറ്റ് നിറച്ച്. എത്ര സ്ലോ ആണെങ്കിലും പുള്ളിക്കാരൻ്റെ ഒരു പേസ് വെച്ച് റെസ്റ്റൊക്കെ എടുത്ത് എന്തായാലും ആ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കും. ഈ അടുത്ത് വഴി മാറിപ്പോയിട്ട് മരിച്ച ഒരാളുടെ കഥയാണ് പറയുന്നത്. ഇതിലെ ഇങ്ങനെ മഞ്ഞുരുകിയിട്ട് ഇങ്ങനെ വെള്ളം ഒലിച്ചു പോകുന്നുണ്ട്. ഈ ഒരു സ്ഥലം വളരെ ബ്യൂട്ടിഫുൾ ആണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ എത്താനായി ന്യൂ EBC ഗസ്റ്റ് ഹൗസ്. ഇതുവരെ നടക്കുന്ന സമയത്ത് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. നമ്മൾ നേരെ ഹോട്ടലിലേക്ക് കയറി. I was taking the video. Yeah, welcome. Yes, keep it if you want. ഇത് ഹാരിൻ്റെ വൈഫാണ്. എല്ലാവരും നേരത്തെ എത്തി. ഞാനാണ് ഏറ്റവും അവസാനം എത്തിയത്. ഞാൻ കൊടുത്ത ഗ്ലൗസ് തിരിച്ചു തന്നതാണ്. ഇവിടേക്ക് കയറുന്നതിന് മുന്നേ വരെ എനിക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഇവിടെ കയറി ഇരുന്നതിന് ശേഷം തലയ്ക്ക് ഭയങ്കര രീതിയിൽ കനം വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് വേഗം റൂമിലേക്ക് പോയി റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. നല്ല വൃത്തിയുള്ള റൂമാണ്. ഈ ഒരു റൂമിൽ 3 പേരാണ് സ്റ്റേ ചെയ്യുന്നത്. നമ്മുടെ കൂടെ ഗൈഡും ഉണ്ടാവും. റൂമിൽ കിടന്നിട്ട് തീരെ ശരിയാവാത്തതുകൊണ്ട് വീണ്ടും ഇങ്ങോട്ട് തന്നെ വന്നു. ഇവരടുത്ത് സംസാരിച്ച് അവിടെ ഇരുന്നു. ഓക്സിജൻ ലെവൽ വീണ്ടും ചെക്ക് ചെയ്തു. ദാൽ ബാത്താണ് ഓർഡർ ചെയ്തത് രാത്രി. പക്ഷേ അത് കഴിക്കാനുള്ള ഒരു മൈൻഡേ വരുന്നില്ല. ആകെ 2 സ്പൂൺ എങ്ങനെ എനിക്ക് കഴിക്കാനായിട്ട് പറ്റിയിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു ടാബ്ലറ്റ് എടുത്ത് കുടിച്ച് നേരെ പോയി കിടന്നുറങ്ങി. അപ്പം ഗുഡ് നൈറ്റ്.